കാരണം ചേച്ചി ഒരു പാട്ടുകൂടെ അല്ലേ ചേട്ടാ? അതെ, തീർച്ചയായിട്ടും ഒരു ചെറിയ പാട്ടുകൂടെ പ്രേക്ഷകർക്ക് വേണ്ടി. പൊന്നൊരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നു. ഞാൻ പറഞ്ഞ കലാകാരി, പാട്ടുകാരി ഈ ഇരിക്കുന്ന ആളാണ്. ഇദ്ദേഹത്തിനോട് എഴുന്നേറ്റ് നിൽക്കാനൊന്നും പറഞ്ഞു കളയല്ലേ, അത് പറ്റില്ല. ശാരീരികമായിട്ട് ശാലം ബുദ്ധിമുട്ടുണ്ട്. ബാബു സുജിത്തിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്ന് നിൽക്കുന്നത് പാലായിലാണ്. പാലായിലെ ഒരു ചെറിയ ഗ്രാമമായ വള്ളിച്ചിറ, അവിടെയാണ് ഇന്നുള്ളത്. എന്നോടൊപ്പം ഉള്ളത് സജി, അദ്ദേഹം ഈ നാട്ടുകാരനാണ്. നമ്മുടെ വീഡിയോയിലേക്ക് ബാബു സുജിത്തിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഹായ്, നമസ്കാരം. നമസ്കാരം. നമ്മള് പാലയിൽ എത്തിയിരിക്കുകയാണ്. എന്നെ പാലയിൽ കൊണ്ടുവന്നത് നമ്മുടെ ജയൻ ചേട്ടനാണ്. അതുപോലെ തന്നെ പാലക്കാരി, നമ്മുടെ ഒരു കലാകാരി ഉണ്ട്, അനുഗ്രഹീത കലാകാരി ഷീജ പാല. ഷീജയുടെ നാട്ടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അന്നേരം ഒരുപാട് സന്തോഷത്തോടെയാണ്. ഈ ചേട്ടനാണോ അസാധ്യ കലാകാരൻ എന്ന് പറഞ്ഞേ? അതെ, അസാധ്യ കലാകാരനല്ല. അപ്പൊ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഈ ചേട്ടന്റെ വീട്ടിലാണ്. അന്നേരം നമ്മളെ ചേട്ടന്റെ സഹോദരി ഉണ്ടല്ലോ, ആ സഹോദരി ഒരു അസാധ്യ കലാകാരിയാണ്. ചേച്ചിയുടെ കലാജീവിതത്തിലെ കുറച്ച് നല്ല നിമിഷങ്ങൾ നമ്മളോടൊപ്പം പങ്കുവെക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ചേച്ചിയുടെ അടുത്തോട്ട് പോകാം. അതിനുമ്പേ ചേട്ടൻ പാടുവോന്ന് ഇങ്ങനെ കേട്ടായിരുന്നു. ആണോ ചേട്ടൻ? അപ്പം ചേട്ടനും പാട്ട് പാടും. അപ്പൊ കണ്ണേ കലൈമാനേ കന്നിമയിലന കണ്ടേനുനെ നാനേ, കണ്ണേ കലൈമാനേ കന്നിമയിലന കണ്ടേനുനെ നാനേ, அந்திப்பகலுன்னை நான் பார்க்கிறேன், ஆண்டவனை இதைத்தான் கேட்கிறேன். ஆரிராரோ ஓ ஆரிரோம், ஆரிராரோ ஓ ஆரிரோம், கண்ணே கலைமானே கன்னிமயிலன കണ്ടേനുനെ നാനേ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്ത നാൾ മധു തേടിപ്പോയി. അപ്പൊ സുജിത്തെ, ഞാൻ പറഞ്ഞ കലാകാരി, പാട്ടുകാരി ഈ ഇരിക്കുന്ന ആളാണ്. ഇദ്ദേഹത്തിനോട് എഴുന്നേറ്റ് നിൽക്കാനൊന്നും പറഞ്ഞു കളയല്ലേ, അത് പറ്റില്ല. ശാരീരികമായിട്ട് ശാലം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു 10-12 വർഷമായിട്ട് ഒരു ചെറിയ ശാരീരിക പ്രശ്നത്തിലാണ്. അതുകൊണ്ട് എഴുന്നേറ്റ് നമ്മുടെ കൂട്ട് ഇങ്ങനെ ഓടിച്ചാടി നടക്കാനൊന്നും പറ്റില്ല. പക്ഷെ അസാധ്യമായിട്ട് പാടും എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ചേച്ചി ജയചേട്ടൻ പറഞ്ഞായിരുന്നു, ചേച്ചിയെ കുറിച്ച് പറഞ്ഞായിരുന്നു. അങ്ങനെയാണ് നമ്മൾ പാലയിലെത്തിയത്. നമ്മുടെ ഷേ ചേച്ചി അറിയത്തില്ലേ? നമ്മുടെ സുഹൃത്താണ്. നമ്മളെല്ലാവരും ഷേ ചേച്ചി ഇതെല്ലാം പറഞ്ഞ് അങ്ങനെ എത്തിയതാ. അന്നേരം ചേച്ചി ഇതേറെ ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. എന്താ പറ്റിയത് ചേച്ചി? ഇത് 10-12 വർഷത്തോളമായി. പെട്ടെന്ന് ആദ്യം കാലിന് ഇടതുകാലിന് വേദനയായിട്ട് തുടങ്ങിയതായിരുന്നു. ഒരു 5 വർഷത്തിന് ശേഷം പെട്ടെന്ന് കാല് തളർന്ന് വീഴുവേ. അങ്ങനെ ആശുപത്രി കൊണ്ടുപോയി ഒരുപാട് ചികിത്സകളൊക്കെ നടത്തി. ഇടയ്ക്ക് ഇങ്ങനെ തീർത്തും വീണു പോവും, കിടന്നു പോവും. നമ്മളൊരു യാത്ര ചെയ്യുകയാണെങ്കിൽ ഇടയ്ക്ക് വീണു പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ചാൾ കിടന്നു കഴിഞ്ഞാൽ വീണ്ടും സാധാരണ പോലെയല്ല, കുറച്ചൊക്കെ നടക്കാറാവും, അത്യാവശ്യമൊക്കെ നടക്കാറാവും. പിന്നെ വീണ്ടും അതുപോലെ തന്നെ വീണു പോകുന്നൊരവസ്ഥയാണ്. ഇതിനെയൊക്കെ അതിജീവിക്കാൻ വേണ്ടിയുള്ള സംഗീതമാണല്ലേ? അതെ സാന്ത്വനം നൽകുന്നത് അല്ലേ? അതെ. ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ചേട്ടൻ വന്നപ്പോഴേ തന്നെ ഞാൻ അറിഞ്ഞില്ല ഇത്രയും പാട്ട് പാടുന്നത്. ചേട്ടൻ പറഞ്ഞില്ല, ചേച്ചിയെ കാണാൻ വേണ്ടി വന്നേ. ചേട്ടൻ പുള്ളിക്കാരനും പാടുന്നു. പുള്ളിക്കാരൻ ആദ്യം തന്നെ പാടി ഞെട്ടിച്ച് കളഞ്ഞു. അന്നേരം ചേച്ചിയുടെ ഒരു മനോഹരമായ ഒരു പാട്ടൊന്നും പാടുന്നു, കേൾക്കട്ടെ. പൊന്നൊരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നു, പൊന്നൊരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നു, പൊന്നാട തളിരാട കാണിക്കയായി തന്നു, കൂടേറാൻ പ്രാവെല്ലാം പാറി പോകേ. അസാധ്യ, സൂപ്പർ. കാരണം നമ്മള് പല പാട്ടിലും പലരും പാടുന്നിട്ടുണ്ട്. പക്ഷെ ഇത് ചേച്ചി
വെയ്യായ്മയിൽ വലിയ ചേട്ടാ പിന്നെ ഭയങ്കര നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞു രണ്ടുപേരും കേട്ടോ. തീർച്ചയായും. ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകളും സാമ്പത്തിക ബുദ്ധിമുട്ടിലൊക്കെ പോകുന്ന പാവപ്പെട്ട ഏറ്റവും പാവപ്പെട്ട ഈ വീടൊക്കെ തന്നെ ഉണ്ടോ അത്ര ഇതിൽ പെടുന്ന കലാകാരന്മാരാണ്. അപ്പോൾ നിങ്ങൾ നൽകുന്ന ഓരോ വേദികളുമാണ് അല്ലേ പാട്ട് പാടാനുള്ള അമിതമായ ആഗ്രഹം ഈ വെയ്യായ്മയിലും പിന്നെ ഉപജീവന മാർഗത്തിന് സംഗീതം അല്ലേ. അന്നേരം തീർച്ചയായിട്ടും ഇതേപോലുള്ള കലാകാരന്മാരെ ഒരു കുറെ പേരുണ്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രൂപ്പിന് ഈ ഓണത്തിന് നിരവധി പ്രോഗ്രാമുകൾ എല്ലാവരും കൊടുക്കണം അല്ലേ. തീർച്ചയായിട്ടും ചേച്ചി അസാധ്യ കഴിവാണ് നിങ്ങൾക്ക്. അന്നേരം ഒരുപാട് വേദികൾ കിട്ടും എല്ലാവർക്കും അല്ലെ. ഇപ്പോഴും ട്രൂപ്പ് ഉണ്ടല്ലോ നല്ല രീതിയിൽ പോകുന്ന സജീവമായിട്ട് ഉണ്ട്. കാരണം ചേച്ചി ഒരു പാട്ടുകൂടെ അല്ലേ ചേട്ടാ? അതെ തീർച്ചയായിട്ടും ഒരു ചെറിയ പാട്ടുകൂടെ പ്രേക്ഷകർക്ക് വേണ്ടി. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി നീലേ താഴെ തളിരാർന്നു പൂവനങ്ങൾ മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി. സൂപ്പർ സൂപ്പർ വാക്കല്ലേ. പിന്നെ നിങ്ങൾ എന്നോട് ചേർന്നൊരു ഡ്യൂറ്റ് കേട്ടാ. പൂക്കാലം വന്നു പൂക്കാലം തേനുണ്ടോ തുള്ളിത്തേനുണ്ടോ പൂത്തുമ്പി ചെല്ല പൂത്തുമ്പി ചൂടുണ്ടോ നെഞ്ചിൽ ചൂടുണ്ടോ കുറുനില കൊണ്ടൻ മനസ്സിൽ എഴുനില പന്തരൊരുങ്ങി ചിറകടിച്ചതിനകത്തൻ ചെറുമഞ്ഞ കിളി കുറുങ്ങി കിളിമരത്തിന്റെ തളച്ചില്ലത്തുമ്പിൽ കുറുങ്ങുന്നു മെല്ലെ കുറുക്കുത്തിമുള്ള പൂക്കാലം വന്നു പൂക്കാലം തേനുണ്ടോ തുള്ളിത്തേനുണ്ടോ. സൂപ്പർ സൂപ്പർ തിങ്സ് ഒക്കെ വരുന്ന വഴികളാണ്. അതാണ്. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് സഹോദരങ്ങളുടെ ചേച്ചിയുടെയും ചേട്ടന്റെ മനോഹരമായ പാട്ട് കേട്ട് അപ്പൊ നമുക്ക് ചേട്ടാ ഈ ഒരു മനോഹരമായ അവരുടെ നല്ല ചേച്ചി നിങ്ങളുടെ കലാജീവിതത്തിലെ കുറച്ച് നല്ല നിമിഷങ്ങൾ നമ്മൾ പങ്കുവെച്ചു ചേട്ടാ. ചേച്ചിക്കാണെങ്കിൽ ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ട് അല്ലേ. നമുക്ക് ഈ ഓണക്കാലത്തല്ലേ ചേട്ടാ തീർച്ചയായിട്ടും ഈ പാലയിൽ പാലയിലായാലും ചേച്ചിക്ക് എത്താൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ഇവരുടെ ട്രൂപ്പിന് പ്രോഗ്രാം കൊടുക്കണം. എവിടെയായാലും അവരെത്തിയിരിക്കും. പ്രോഗ്രാം കൊടുക്കുന്നത് വെറും ഒരു പിന്നെ പ്രോഗ്രാം ചെയ്യല്ല കലയാണ് ഇവരുടെ മുന്നോട്ട് ചേച്ചി നയിക്കുന്നത്. ഇത്ര ശാരീരിക അസ്വസ്ഥതകൾക്കൊന്നും സംഗീതമാണ് അല്ലേ വലിയൊരു ആശ്വാസം. അപ്പം വേദികൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കേ.